തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും കണ്ടില്ല കേട്ടില്ല എന്നുള്ള നിലയിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഈ തീവ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എത്ര തവണയാണ് കേരളത്തിലെ സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ തീയതി നീട്ടണം എന്നാവശ്യപ്പെട്ടത്? നീട്ടേണ്ട കാര്യമില്ല എന്ന നിലപാടെടുത്തത് ആരായിരുന്നു? നീട്ടുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? എന്നിട്ട് നീട്ടിയത് ആരായിരുന്നു? ഇന്ന് ഈ ചർച്ച നടക്കുന്ന വേളയിലൊന്ന് നോക്കൂ. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ അല്ലേ ഇപ്പോൾ അത് അജിംസിൻ്റെ കയ്യിലേക്ക് ആ വാർത്ത വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒന്ന് നോക്കിയ ആ വാർത്ത ഇപ്പോൾ അത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്തയുണ്ടല്ലോ. അതിൽ ഈ പശ്ചിമ ബംഗാളിലെ അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലെ ഈ തീവ്ര വോട്ടർ പരിഷ്കരണത്തിൻ്റെ തീയതി നീട്ടാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൊണ്ടെത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമ്മതിദായകരെ അവരെ മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയാൽ പേര് ഇല്ലാതെ വോട്ടുണ്ടെങ്കിലല്ലേ അജിംസെ ചെയ്യാൻ കഴിയുള്ളൂ. ആളുള്ളത് കൊണ്ട് വോട്ടാവോ? ഇല്ലല്ലോ. ആ വോട്ടർ പട്ടികയിൽ പേര് ആദ്യത്തെ ഘടകം എന്നത് വോട്ടർ പട്ടികയിൽ പേര് എന്നുള്ളതാണ്. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുക എന്നുള്ളതും ആ വോട്ടർമാർക്ക് സുരക്ഷിതമായി സൗകര്യപ്രദമായി സുഗമമായി വന്ന് അവർക്ക് അവരുടെ ധൈര്യപൂർവ്വം അവർക്ക് വന്ന് ആ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തലും ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അങ്ങേയറ്റം വരെ ഉള്ളത് ഏറ്റവും ഒടുവിലവിടെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരെയുള്ളൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ എവിടെയെല്ലാം സബോട്ടാഷിങ് നടത്താമോ മാനിപ്പുലേഷൻ നടത്താമോ അത്തരം കാര്യങ്ങൾ അത് ഉണ്ടാവരുത്. അതാരാണ് തടയേണ്ടത്, ആരാണ് ചെറുക്കേണ്ടത്, ആരാണ് ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ പെരുമാറേണ്ടത്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തിരി ഫ്ലോസ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ നവംബർ 29-ാം തീയതി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് അത് വന്നിട്ടുള്ളതാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ ധൃതി പിടിച്ചെല്ലാം നടത്തുകയും 2002 ആലോചിച്ച് നോക്കൂ. നമ്മൾ 2025-ലാണ് ജീവിച്ചിരിക്കുന്നത്.